ഷാഫി പറമ്പിലിൻ്റെ ലോക്സഭയിലെ ആ വൈറൽ പ്രസംഗം ഓർമ്മയില്ലേ? പ്രവാസികൾക്ക് വേണ്ടി. സർ, ഐ വിൽ നോ യു വിൽ ഹാവ് സം ഇൻറ്റൻറ്റ് ടു ഡു സംതിങ് ഫോർ അവർ NRIs. പഞ്ച് ഡയലോഗ്. Sir, you are an young minister. I know your answers will not be templates or copy paste. Sir, I know you will be having an intent to do something for our NRI communities. ആ ഇൻറ്റൻറ്റ് ഉണ്ടായിരിക്കുകയാണ്. പ്രവാസികളോട് ഷാഫി പറമ്പിൽ അഭ്യർത്ഥിച്ച ഉടനെ വാരിക്കോരിയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രവാസികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട്, അതും വിമാനയാത്രാ നിരക്ക് കുത്തനെ കൂട്ടിയതുമായി ബന്ധപ്പെട്ടാണ് കത്തിക്കയറിയത്. അതിനുശേഷം ഈ വിമാനയാത്രാ നിരക്ക് റോക്കറ്റിൻ്റെ വേഗതയിലാണ് കുത്തനെ കയറിപ്പോയിക്കൊണ്ടിരുന്നത്. അതായിരുന്നു ആദ്യത്തെ ഇൻറ്റൻറ്റ്. പിന്നെ മറ്റൊരു ഇൻറ്റൻറ്റ് കൂടി ഇന്നിപ്പോൾ എയർ ഇന്ത്യ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ? സൗജന്യ ബാഗേജ് പരിധി എയർ ഇന്ത്യ കുറച്ചു. ആ പ്രസംഗ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടിയതിനോടൊപ്പം ഇനി സൗജന്യ ബാഗേജ് നേരത്തെ 30 കിലോ വരെ കൊണ്ടുവരായിരുന്നു, അത് 20 കിലോ ആക്കി കുറച്ചിട്ടുണ്ട്. വല്ലാത്ത തോതിലുള്ള യങ് മിനിസ്റ്റർ പുകഴ്ത്തലായിരുന്നു. ആ പഞ്ച് ഡയലോഗൊക്കെ ഇവിടെ ആഘോഷിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കരുതി ഇപ്പോൾ എല്ലാം കുറച്ച് കഴിഞ്ഞു, പ്രവാസികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ വടകരയുടെ ഞങ്ങളുടെ സുൽത്താൻ വലിയ ആഘോഷമായിരുന്നു. ഇപ്പോൾ എന്തായി? ആ ഡയലോഗടിക്കപ്പുറം ഒരു ചുക്ക് സംഭവിച്ചില്ലെന്നും അതോടുകൂടി ഈ വിമാനത്തിൻ്റെ നിരക്ക് കൂട്ടാൻ വേണ്ടി മറന്നിരുന്നവർ ഓണ സീസണായപ്പോൾ നേരെ ISRO എന്ന് റോക്കറ്റ് വിടും പോലെയാണ് ഷാഫിയുടെ വാക്കും ഉദാഹരണമൊക്കെ കേട്ടതിന് ശേഷം കൂട്ടി വിടുന്നത്. അതിനോടൊപ്പമാണ് ഈ വെക്കേഷൻ കാലത്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്രവാസികൾക്ക് അവർക്ക് 30 കിലോ സാധനം കൊണ്ടുവരാമായിരുന്ന അവസരം കൂടി ഷാഫിയുടെ ഒറ്റ പ്രസംഗത്തോടു കൂടി കട്ടപ്പുറത്തായിട്ടുണ്ട്. വല്ലാത്ത ജാതി തന്നെടേ. കുറച്ച് മൂരിക്കുട്ടികളും കുറച്ച് ഷാഫി പറമ്പിൽ ഫാൻസുകാരെല്ലാം ചേർന്ന് ആഘോഷിച്ചവർ മിണ്ടുന്നില്ല. ഇതൊന്നും ആരും കാണുന്നില്ലേടേ. ഇതിനെതിരെ ഒരു അക്ഷരം ഉരിയാടാനോ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ഷാഫി പറമ്പിലിനോട് ഒരു ചോദ്യം ചോദിക്കാനോ നമ്മുടെ നാട്ടിൽ മാപ്രകളില്ല. പക്ഷേ നാട്ടുകാർ അറിയണമല്ലോ, ഈ ബാഗേജിൻ്റെ പരിധി കുറയ്ക്കുമ്പോഴും ഒപ്പം നേരത്തെ വിമാന ടിക്കറ്റിനെ സംബന്ധിച്ച് അദ്ദേഹം ആവേശപൂർവ്വം അടിച്ച ഡയലോഗ് കൊണ്ട് ഒരു ചുക്ക് സംഭവിച്ചില്ല, അത് വലിയ വിനയായി മാറി എന്നുള്ള കാര്യം കൂടി നാട്ടുകാർ അറിയണ്ടേ. വിഷയം അവതരിപ്പിച്ചതിനെയൊക്കെ നമ്മൾ അഭിനന്ദിച്ചു, അതിന് ഫോളോ അപ്പ് വേണം. അതിനെ സംബന്ധിച്ച് എന്ത് ഇടപെടൽ നടത്തി? നേരെ ഡൽഹി പോയി ഈ യങ് മിനിസ്റ്ററിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ ഒരു ദിവസം നിരാഹാരം ഇരിക്കാനുള്ള ശേഷി പോലും നമ്മുടെ ഷോഫിക്കയ്ക്കില്ല. അങ്ങനെയൊക്കെയല്ലേ ഈ കുറച്ചുകൂടി പഞ്ചാകേണ്ടത്. എന്തായാലും പഞ്ച് ഡയലോഗുകൾക്കപ്പുറം ഒരു ചുക്ക് സംഭവിക്കില്ല. ചെമ്പ് ഗോപിയെപ്പോലെ ഡയലോഗ് അടിച്ച് കുറച്ച് വൈറലായി എന്നതിനപ്പുറം ആ ഒരൊറ്റ പ്രസംഗം കാരണം ഇപ്പോൾ വിമാന യാത്രാ നിരക്ക് റോക്കറ്റിൻ്റെ അവസ്ഥയിലും പിന്നെ ബാഗേജിൻ്റെ അവസ്ഥ 30 നിന്ന് 20 കിലോ ആക്കിയ നമ്മുടെ ഷോഫിക്കയ്ക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ.